ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൂപ്സ് എന്നുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, എന്തിനാണ് ലൂപ്സ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പം എനിക്ക് എൻ്റെ പേര് ഒരു വട്ടം പ്രിൻറ്റ് ചെയ്യണം. എങ്ങനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യും? പ്രിൻറ്റ്. ഓക്കെ, അശ്വതി റൺ ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മുടെ നെയിം പ്രിൻ്റ് ആയി കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ എനിക്ക് എൻ്റെ നെയിം എന്ത് ചെയ്യണം? 5 തവണ പ്രിൻറ്റ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യും? 5 തവണ സെയിം കാര്യം. അപ്പോട്ടെ, 2 തവണ പ്രിൻറ്റ് ചെയ്യാം. എന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്നു 2 തവണ. 3 തവണ പ്രിൻറ്റ് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്യും? 3 തവണ നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കൊടുക്കുന്നു, അല്ലേ? അപ്പം എനിക്കൊരു 100 തവണ എൻ്റെ പേര് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് 100 തവണ പ്രിൻറ്റ് 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 എന്ന് പറഞ്ഞ് 100 തവണ കൊടുക്കുന്നത് അതൊരു നല്ല വേ ഓഫ് കോഡിംഗ് ആണോ? ഒരിക്കലും അല്ല, അല്ലേ? കോഡിങ്ങിലെന്ന് പറയുമ്പോൾ, പ്രോഗ്രാമിങ്ങിലെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കോഡ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു വേഴ്സ്റ്റ് വേ ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. സോ നമ്മളൊരിക്കലും എന്താണ്, അത് ഭയങ്കര പൊട്ട വേ ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പകരം നമുക്ക് എങ്ങനെ ഒരു 100 തവണ ഇപ്പം എൻ്റെ പേര് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമായിരിക്കും? വാട്ട് ഡു യു തിങ്ക്? എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ലൈന് പ്രിൻറ്റ് അശ്വതി എന്നുള്ള ഒരു ലൈൻ 100 തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 100 ഔട്ട്പുട്ട് കിട്ടുമായിരിക്കും, അല്ലേ? ഓക്കെ, അപ്പം ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൂപ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൂപ്സിൽ തന്നെ പല ടൈപ്പ് ലൂപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? വൈൽ ലൂപ്പ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് ലൂപ്സ് നമ്മൾ പൈത്തണിൽ ഇപ്പോൾ പഠിക്കുന്നത്? ഏതൊക്കെയാണ്? while loop, then for loop, then do while. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ലൂപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഓരോ ടാസ്കിനും ഓരോ ലൂപ്സാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഓരോ ഇതിനും നമ്മൾ ഓരോ ലൂപ്സാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ടാസ്കിനും ഓരോ ലൂപ്സാണ്, ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഓരോ ലൂപ്സാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് എങ്ങനെ, ഏത് സിറ്റുവേഷനിൽ ഏത് ലൂപ്സ് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വൈൽ ലൂപ്പ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ വൈൽ ലൂപ്പിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഏതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ വൈൽ ലൂപ്പിനെ പറ്റിയിട്ടാണ്. വൈൽ ലൂപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ വൈൽ ലൂപ്പിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറയാം. അപ്പം മെയിൻലി മൂന്ന് ഇനീഷ്യലൈസേഷൻ, then condition, then updation. Okay, ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, അപ്ഡേഷൻ. ഇതാണ് നമ്മുടെ വൈൽ ലൂപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ഇപ്പോൾ വൈൽ ലൂപ്പിനെ പറ്റി പറയുവാണെങ്കിൽ അതിൽ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റും അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റും ഒരിക്കലും മാൻഡേറ്ററി അല്ല. കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് മാൻഡേറ്ററി ആണ്. കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിന് നമുക്ക് എന്ത് പറയാം? ഒരു വൈൽ ലൂപ്പാണെന്ന് പറയാം. ഇനീഷ്യലൈസേഷനും അപ്ഡേഷനും എന്തല്ല? മാൻഡേറ്ററി അല്ല. ഓക്കെ, അപ്പം നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഓക്കെ ആണോ? നമ്മൾ എക്സാമ്പിൾ വെച്ച് ഞാൻ സ്ട്രക്ചറിനെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. അതായത് നമുക്ക് 1 മുതൽ അതായത് 10 തവണ ഹായ് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, 10 തവണ ഹായ് പ്രിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ വൈൽ ലൂപ്പ് വെച്ചിട്ട് കോഡ് എഴുതുവാണ്. ഓക്കെ,
എന്താണെന്ന് ഞാൻ എന്നിട്ട് പറഞ്ഞു തരാം. ഓക്കെ, I equal to I plus 1. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ടെർമിനലിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം അല്ലേ, 10 തവണ ഹൈ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഈ I is equal to 1 എന്നുള്ളതാണ് എന്ത്, നമ്മുടെ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു തവണ മാത്രമേ എന്താവത്തുള്ളൂ, എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഓക്കെ, അത് ഒരു തവണ മാത്രമേ നമ്മളത് എഴുതുള്ളൂ. ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഒരു തവണ മാത്രമേ എഴുതുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് I is equal to 1. അടുത്തത് കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ? നമ്മൾ ഈഫ് എൽസിൽ കണ്ടീഷൻ പറഞ്ഞല്ലേ. ഈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. ആ കണ്ടീഷന്റെ ആൻസർ എപ്പോഴും, അല്ലെങ്കിൽ ആ കണ്ടീഷന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഇവിടെയും അതുപോലെ തന്നെ എന്താണ്, ട്രൂ ഓർ ഫോൾസ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പം വൈൽ I less than or equal to 10. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ, വൈൽ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു, കോളൻ കൊടുക്കുന്നു. ഇതാണ് വൈലിന്റെ സ്ട്രക്ചർ പറയുന്നത്. എന്തായാലും വൈൽ കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, കോളൻ കൊടുക്കുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വൈലിന്റെ താഴെയുള്ള ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ബോഡി ഓഫ് ദി ലൂപ്പ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. വൈലിന് താഴെയുള്ള കണ്ടീഷന് വൈലിന് താഴെയുള്ള ആ ലൈൻസ് ഓഫ് കോഡിന് എന്താണ് പറയുന്നത്, ബോഡി ഓഫ് ദി ലൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പം വൈൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തേക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. ഇവിടെ നമ്മൾ എന്ത് പറയുന്നു, I is equal to 1 എന്ന് പറഞ്ഞ് ഐക്കാണ്, I എന്ന് പറയുന്ന ഇതിനാണ് നമ്മൾ ലൂപ്പ് വേരിയബിൾ എന്ന് പറയുന്നത്. ആ ലൂപ്പ് എന്ത് വേരിയബിളിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇനീഷ്യലൈസേഷനിൽ കൊടുക്കുന്ന ആ ഒരു വേരിയബിളിനെ ആയിരിക്കും ആ ഒരു ലൂപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ആ വേരിയബിളിനെയാണ് നമ്മൾ ലൂപ്പ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം I ആണ് ഇവിടുത്തെ ലൂപ്പ് വേരിയബിൾ. ആ I എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 10 താഴെയോ 10 ഈക്വലോ ആവുന്നത് വരെ എന്ത് വേണം, 10 താഴെയോ 10 ഈക്വലോ ആണെങ്കിൽ, ആ ഒരു കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, ഹൈ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് I is equal to I plus 1. ഇതാണ് എന്ത്, അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഐയുടെ വാല്യൂ ഓരോ തവണ ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോഴും ഐന്റെ വാല്യൂ 1 വെച്ച് ഇവിടെ കൂടിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. I is equal to 1 ആണ് നമ്മൾ ആദ്യം കൊടുത്തതല്ലേ. അപ്പോൾ നമ്മൾ വൈൽ കണ്ടീഷനിലോട്ട് പോവുക. I is equal to 1 ആവുമ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ എന്താ, 1 ആണ്. ആ 1 എന്ന് പറയുന്ന I less than or equal to 10 ആണോ, 10നേക്കാൾ ചെറുതോ ഈക്വലോ ആണോ, ചെറുതാണല്ലേ. അപ്പോൾ വൈൽ കണ്ടീഷൻ ട്രൂ ആയി. ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും, പ്രിന്റ് ഹൈ. അപ്പോൾ ഒരു തവണ എന്താവും, നമ്മുടെ ടെർമിനലിൽ ഹൈ പ്രിന്റ് ആവും. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ, I is equal to I plus 1. നമ്മുടെ ഐയുടെ വാല്യൂ എന്തായിരുന്നു, 1 ആയിരുന്നു അല്ലേ. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഇനി അത് ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. എത്ര, 1 ഇൻക്രീസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യണം. I is equal to I plus 1 എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യണം. സോ ഇപ്പം എന്തായി, ഐയുടെ വാല്യൂ നേരെ ഇത് കറങ്ങി മുകളിലോട്ട് പോകും. ഓക്കെ, ഇപ്പം ഐയുടെ വാല്യൂ എന്താണ്, 2 ആണ്. എഗെയിൻ വൈൽ കണ്ടീഷനിലോട്ട് പോകുന്നു. ഐയുടെ വാല്യൂ എന്താണ്, 2 ആണല്ലേ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. സ്റ്റേറ്റ്മെന്റ് ആ കണ്ടീഷൻ ട്രൂ ആയി. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവുന്നു. ഒരു അടുത്ത തവണ സെക്കൻഡ് ടൈം ഹൈ പ്രിന്റ് ആവുന്നു. ഓക്കെ, ഇനി ഇപ്പം ഐയുടെ വാല്യൂ എന്താണ്, 2 ആണ്. ഐ അപ്ഡേറ്റ് ആവണം. ആ 2 ഇങ്ങോട്ട് പോകുന്നു. 2 + 1 എത്ര ആയി, 3. എഗെയിൻ മുകളിലോട്ട് പോകുന്നു. ഐയുടെ വാല്യൂ ഇപ്പം എന്തായി, 3. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ട്രൂ, പ്രിന്റ് ഹൈ. 3 + 1 4. 4 മുകളിലോട്ട് പോകുന്നു. ഐയുടെ വാല്യൂ ഇപ്പോൾ 4. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ട്രൂ ആവുന്നു, പ്രിന്റ് ഹൈ. ഇങ്ങനെ ഐയുടെ വാല്യൂ 10 ആവുന്നു. ഓക്കെ, ഇങ്ങനെ ഓരോ തവണയും പ്രിന്റ് ആയിട്ട് ഐയുടെ വാല്യൂ എന്താവുന്നു, ഐയുടെ വാല്യൂ 10 ആവുന്നു. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, അതും ട്രൂ ആണ്. സോ പ്രിന്റ് ഹൈ. അപ്പോൾ ഐയുടെ വാല്യൂ വീണ്ടും അപ്ഡേറ്റ് ആവുന്നു. I is equal to 10 + 1 11. ഓക്കെ, 11 മുകളിലോട്ട് പോകുന്നു. ഇപ്പം ഐയുടെ വാല്യൂ എന്താവുന്നു, 11 ആവുന്നു. 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ, അപ്പോൾ ആ വൈൽ ലൂപ്പ് എന്താവുന്നു, ഫോൾസ് ആവുന്നു. വൈലിനെ കൊടുത്തേക്കുന്ന കണ്ടീഷൻ എന്താവുന്നു, ഫോൾസ് ആവുന്നു. ആ കണ്ടീഷൻ ഫോൾസ് ആയിക്കഴിഞ്ഞാൽ ഹൈ പ്രിന്റ് ആവുമോ, ഇല്ല. സോ ഐയുടെ വാല്യൂ 11 ആവുമ്പോൾ വൈലിൽ കൊടുത്തേക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആവുന്നു, നമ്മുടെ ഹൈ ലൂപ്പ് ബ്രേക്ക് ആവുന്നു. സോ അങ്ങനെ 10 തവണ എന്താവുന്നു, ഹൈ ഇവിടെ പ്രിന്റ് ആവുന്നു.
ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ, എങ്ങനെയാണ് വൈൽ ലൂപ്പ് വർക്ക് ആവുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്കിത് ഒന്നും കൂടെ ലൂപ്പിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. എന്ത് പ്രിന്റ് ചെയ്യണം? ഈവൺ നമ്പേഴ്സ്. അതായത് 2 മുതൽ, ഒരു ക്വസ്റ്റ്യൻ ആണ്, 2 to 10 വരെയുള്ള ഈവൺ നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ആയി കിട്ടണം. ഓക്കെ, 2 മുതൽ 10 വരെയുള്ള ഈവൺ നമ്പേഴ്സ് പ്രിന്റ് ആയി കിട്ടണം. അപ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങും? ഫസ്റ്റ് നമുക്ക് ഇനീഷ്യലൈസേഷൻ എഴുതണം അല്ലേ. ഐ ഈസ് ഇക്വൽ ടു എത്രയാ കൊടുക്കണ്ട? 1 ആയിരിക്കുമോ? അല്ല അല്ലേ, ഈവൺ നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യണം. എവിടെ നിന്ന് മുതൽ? 2 മുതൽ. അപ്പോൾ ഫസ്റ്റ് വരുന്ന നമ്പർ ഏതാ? 2 ആണല്ലേ. അപ്പോൾ ഐൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. ഓക്കെ, ഐ ഈസ് ഇക്വൽ ടു 2. ഇനി എന്താണ്? ഇനി നമ്മൾ കണ്ടീഷൻ കൊടുക്കണം അല്ലേ. വൈൽ 10 വരെ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരെയുള്ള നമ്പേഴ്സാണ് പ്രിന്റ് ചെയ്യേണ്ടത് ആണല്ലോ. അപ്പം ഐൻ്റെ വാല്യൂ 10 വരെ ഉള്ളതാണ് നമുക്ക് പ്രിന്റ് ചെയ്യുന്നത്. സോ 2 മുതൽ 10 വരെ. അപ്പോൾ ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഐ പ്രിന്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇനി അപ്ഡേറ്റ് ചെയ്യണം അല്ലേ. ഐയുടെ വാല്യൂ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? i+1 ആയിരിക്കുമോ? അല്ല അല്ലേ, ഈവൺ നമ്പേഴ്സ് ആണല്ലേ പ്രിന്റ് ചെയ്യേണ്ടത്. 2 കഴിഞ്ഞ് ഐയുടെ വാല്യൂ +1 ആഡ് ചെയ്ത 3 ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 3 ആവുമ്പോൾ അത് പ്രിന്റ് ആവണോ? വേണ്ട അല്ലേ. 3യുടെ വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കി. ഐയുടെ വാല്യൂ 1 വെച്ചാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ഐ ഈസ് ഇക്വൽ ടു 2 വൈൽ ലൂപ്പിലോട്ട് പോകുന്നു. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. 2 പ്രിന്റ് ആവുന്നു. ഇനി അപ്ഡേറ്റ് ആവുന്നു. 2+1 3 ആവുന്നു. 3 മുകളിലോട്ട് പോകുന്നു. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പോൾ 3യും പ്രിന്റ് ആവും അല്ലേ. 3 പ്രിന്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ. ട്രൂ ആയതുകൊണ്ട് തന്നെ പ്രിന്റ് ഐ വരുമ്പോൾ പ്രിന്റ് 3 വരും. സോ നമുക്ക് 3 പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈവൺ നമ്പേഴ്സ് മാത്രമാണ് വരേണ്ടത്. അപ്പം കണ്ടീഷനിലോട്ട് ചെക്ക് ചെയ്യാൻ പോകേണ്ടത് ആര് മാത്രമേ പോകണ്ടു? ഈവൺ നമ്പേഴ്സ് മാത്രമേ പോകണ്ടു. സോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താക്കുക? i+2 ആണ് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാവേ. അപ്പോൾ നമുക്ക് ടെർമിനലിൽ 2, 4, 6, 8, 10 വരെ പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ 20 വരെ പ്രിന്റ് ആവണം. 20 വരെയുള്ള ഈവൺ നമ്പേഴ്സ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ എന്താക്കണം? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 കൊടുക്കണം. റൺ ചെയ്ത് നോക്കാം. 20 വരെയുള്ള ഈവൺ നമ്പേഴ്സ് വന്നല്ലേ. സോ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 2 മുതലുള്ള, അതായത് സോ ഇനീഷ്യലൈസേഷനിൽ ഐ ഈസ് ഇക്വൽ ടു 2 വരണം. എത്ര വരെ? 20 വരെയുള്ള നമ്പേഴ്സ് ആണ്. സോ ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 വരെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് ട്രൂ ആണെങ്കിൽ ഐ പ്രിന്റ് ആവണം. അപ്ഡേഷനിൽ ഐ ഈസ് ഇക്വൽ ടു 2 നമ്പർ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യണം. സോ ഇതാണ് ഈവൺ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ലെവല് കൂടിയ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? സമ്മ് കണ്ടുപിടിക്കണം. 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ. ഓക്കെ, ഫൈൻഡ് ദി സം ഓഫ്, ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. ഫൈൻഡ് ദി സം ഓഫ് natural numbers from 1 to 5. ഓക്കെ, 1 to 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? എങ്ങനെ ചെയ്യാം? 1 to 5 ആണല്ലോ. സോ ഇനീഷ്യലൈസേഷനിൽ എന്ത് വരും? ഐ ഈസ് ഇക്വൽ ടു 1 വരും അല്ലേ. ഇനി നമ്മൾ സം ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലെ സം ഒക്കെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സമ്മ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് അവസാനം പ്രിന്റ് ചെയ്യേണ്ടത്, നമുക്ക് ഓരോ വട്ടം ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. എന്താ ക്വസ്റ്റ്യൻ? ഇത്ര തവണ പ്രിന്റ് ചെയ്യൂ എന്നുള്ളതല്ല അല്ലേ ക്വസ്റ്റ്യൻ. നമുക്ക് അവസാനം കണ്ടുപിടിക്കേണ്ട സമ്മാണ്. നമുക്ക് ഓരോ വട്ടവും ലൂപ്പ് എക്സിക്യൂട്ട് ആയിട്ട് അവസാനം വരുന്ന സമ്മാണ് കണ്ടുപിടിക്കേണ്ട. ഒരൊറ്റ നമ്പർ മാത്രമാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. സോ ആ ഒരു സം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു വേരിയബിൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. സം ഇനീഷ്യലൈസ് ചെയ്തു. സം ഈസ് ഇക്വൽ ടു 0. സമ്മിൻ്റെ വാല്യൂ ആദ്യം എന്താണ്? 0 ആണല്ലേ. അവസാനം ലൂപ്പ് ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്ത് അത് ആഡപ്പ് ആയിട്ട് അവസാനം സമ്മിലോട്ട് സ്റ്റോർ ചെയ്യുക. സോ ഇനീഷ്യലി സമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടീഷനിലോട്ട് പോകാം. വൈൽ ഐയുടെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, 5 വരെയുള്ള നമ്പറിൻ്റെ സം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യണം? സം ആദ്യം 0 ആണ്.
ആ സീറോയിലോട്ട് ഓരോ തവണ ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ആ ഓരോ നമ്പറും ആഡ് ചെയ്യണം അല്ലേ. ആദ്യം സീറോ ആണെങ്കിൽ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഓരോന്നോരോന്നായി ആഡ് ചെയ്യുക വേണ്ടത്. സം എന്താണ്, ആദ്യം സീറോ ആണ്, അതിൻ്റെ കൂടെ ഒരു വട്ടം ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോൾ 1 ആഡ് ചെയ്യണം. സോ 0+1. അടുത്ത തവണ ആ 0+1ൻ്റെ കൂടെ 2 ആഡ് ആവണം. അപ്ഡേറ്റ് ചെയ്യുമ്പം 2 ആവും, അത് 3 ആവും. ഞാൻ പറഞ്ഞത് സം ഇസ് ഈക്വൽ ടു സം പ്ലസ്, ആദ്യം ചെറിയ കൺഫ്യൂഷൻ വരും. ഇനി അപ്ഡേറ്റ് ചെയ്യണം അല്ലേ. ഐ ഈസ് ഈക്വൽ ടു i+1. നാച്ചുറൽ നമ്പേഴ്സാണ് 5 വരെ ഉള്ളത്. നമുക്ക് അവസാനം പ്രിൻറ്റും കൂടെ ചെയ്യാം. ഓക്കെ, ആ സമ്മ് പ്രിൻറ്റ് ചെയ്യണം അല്ലേ. സം എന്ന് പറയുന്നത് എന്താണ്, സം ഈസ് ഈക്വൽ ടു, ആ സം എന്ന് പറയുന്ന വേരിയബിൾ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതല്ലേ. ഇങ്ങനെ ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്, ഈ ഡബിൾ കോട്ടിൽ കൊടുത്തേക്കുന്നത് നമുക്ക് അതുപോലെ അവിടെ ടെർമിനലിൽ കിട്ടേണ്ട സം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഡബിൾ കോട്ടിൽ കൊടുത്തേക്കുന്ന സാധനം അതുപോലെ അവിടെ പ്രിന്റ് ആവും അല്ലേ. സോ സം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോട്ടിൽ കൊടുക്കാത്തത് എന്താണ്, വേരിയബിൾ ആണല്ലേ. നമ്മൾ മേളിൽ സം ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ആദ്യം കൊടുത്തേക്കുന്ന ആ വേരിയബിളിൽ അവസാനം ലൂപ്പ് ഓരോ തവണ എക്സിക്യൂട്ട് ആയി അവസാനം നമുക്കൊരു വാല്യൂ കിട്ടും. ആ ഒരു വേരിയബിളിൽ കിട്ടുന്ന അവസാനത്തെ വാല്യൂ ആണ് അവിടെ പ്രിന്റ് ആവേണ്ടത്. സോ ഡബിൾ കോഡിൽ കൊടുത്തേക്കുന്ന അതുപോലെ പ്രിന്റ് ആവുന്നു, കോമ സം എന്ന് പറയുന്ന വേരിയബിൾ അവസാനം കിട്ടുന്ന വാല്യൂ ആയി മാറുന്നു. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സം എന്ന് പറയുന്നത് 15 എന്ന് കിട്ടി. സം ഈസ് ഈക്വൽ ടു 15. ഇനി ഇത് എങ്ങനെ ഈ ലൂപ്പ് വർക്ക് ആവുന്നു എന്നുള്ളത് നോക്കാം. ഐ ഈസ് ഈക്വൽ ടു 1, സം ഈസ് ഈക്വൽ ടു, സമ്മിൻ്റെ വാല്യൂ ആദ്യം എന്താണ്, 0 ആണല്ലേ. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പം നമ്മൾ ആദ്യം 1 എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പോൾ വൈൽ കണ്ടീഷനിലോട്ട് പോകുമ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, ആണല്ലേ, ട്രൂ ആവുന്നു. ട്രൂ ആയി കഴിഞ്ഞാൽ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ. അപ്പോൾ ഇപ്പം നമ്മുടെ സം എന്തായി, സം ഈസ് ഈക്വൽ ടു ഓൾറെഡി ഉള്ള സം എത്രയാ, 0. 0യുടെ കൂടെ ഇപ്പം നമ്മുടെ ഐയുടെ വാല്യൂ എത്രയാ, 1. സോ 0+1 എന്ന് പറയുന്നത് എത്ര, 1. അപ്പോൾ ഇപ്പം നമ്മുടെ സം 1 ആയി കേട്ടോ. ഇനി ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ആവണം. ഐ എന്തായിരുന്നു, 1 അല്ലേ. അപ്പോൾ 1+1 ഇസ് 2. അപ്പോൾ ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ആയി. ഇനി ഈ ഐ എന്ത് ചെയ്യുന്നു, നേരെ മുകളിലോട്ട് പോകുന്നു. ഇപ്പം ഐയുടെ വാല്യൂ എന്തായി, 2 ആയി അല്ലേ. സമ്മിൻ്റെ വാല്യൂ ഇപ്പം എന്താ, 0 ആണ്, അല്ല 1 ആണ് ഇപ്പം സമ്മിൻ്റെ വാല്യൂ. സോ ഐ ഈസ് ഈക്വൽ ടു 1. ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഐയുടെ വാല്യൂ അല്ല, ഐ ഈസ് ഈക്വൽ ടു 2 ആണ്, അപ്ഡേറ്റ് ആയി അല്ലേ. ഇപ്പം വൈൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ചെക്ക് ചെയ്യുന്നു. സോ കണ്ടീഷൻ ട്രൂ ആയി. സോ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ. ഇപ്പം നമ്മുടെ സം എന്താ, 1 ഓൾറെഡി ഉണ്ട്. ആ 1ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു, 2 ആഡ് ആവുന്നു. സോ 1+2, ഇപ്പം സം എത്രയായി, 3 ആയി. നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക, സം ഇപ്പം എത്രയായി, 3 ആയി. ഐ എത്ര, ഐ ഇപ്പം 2 ആയിരുന്നല്ലേ. അപ്പോൾ 2+1 എന്താണ്, 2+1 എന്ന് പറയുന്നത് 3 ആണ്. ഈ 3 മുകളിലോട്ട് പോകുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആണ്. സോ ഇപ്പോൾ ഉള്ള സം എത്ര ആയിരുന്നു, 1+2 3 അല്ലേ. സോ ഇനി 3, ഇപ്പോൾ ഉള്ള സം 3 ആയിരുന്നില്ലേ. അപ്പോൾ 3യുടെ കൂടെ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ എത്രയാണ്, 3. 3+3 എത്ര ആവുന്നു, 6 ആവുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമ്മ് 6 ആയി, ഐയുടെ വാല്യൂ 3 ആണ്. ഇനി ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ആവുന്നു, 3+1 4. ഐയുടെ വാല്യൂ 4 ആവുന്നു. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ചെക്ക് ചെയ്യുന്നു, ട്രൂ ആവുന്നു. സമ്മിൻ്റെ വാല്യൂ 6. 6+4 10. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമ്മിൻ്റെ വാല്യൂ എത്ര ആയി, 10 ആയി. ഐയുടെ വാല്യൂ എത്ര ആയിരുന്നു, 4. 4+1 അപ്ഡേറ്റ് ആവുന്നു, ഐ 5 ആവുന്നു. 5 മുകളിലോട്ട് പോകുന്നു, വൈൽ കണ്ടീഷനിലോട്ട് വരുന്നു. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്നു. സം എത്ര ആയിരുന്നു, 10 അല്ലേ. 10+5 എത്ര, 10+5 ഇസ് 15. 15 ആവുന്നു സം. സോ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്ക് ഐയുടെ വാല്യൂ 6 ആവുമ്പോൾ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുമ്പോൾ അത് ഫോൾസ് ആവുന്നു, ലൂപ്പ് സ്റ്റോപ്പ് ആവും. സോ നമുക്ക് അവസാനം സമ്മിൽ സ്റ്റോർ ആയിട്ടുള്ള സം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആയിട്ടുള്ള വാല്യൂ 50. ആ സം എന്താവുന്നു, പ്രിന്റ് ആവുന്നു. ഇവിടെ പ്രിന്റ് എന്നുള്ളത് വൈൽ ലൂപ്പിന് പുറത്താണ് എഴുതിയേക്കുന്നത്, നമുക്കറിയാം അല്ലേ. വൈൽ ലൂപ്പിന് താഴെ ഇൻറ്റൻറ്റേഷൻ വെച്ച് എഴുതിയേക്കുന്നതെല്ലാം ലൂപ്പിന് അണ്ടറിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, പ്രിന്റ് വൈൽ ലൂപ്പിൻ്റെ പുറത്താണ് എഴുതിയേക്കുന്നത്, വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലല്ല കൊടുത്തേക്കുന്നത്, പുറത്താണ്. സോ ഇത്രയും തവണ വൈൽ എക്സിക്യൂട്ട് ആയിട്ട് അവസാനം കിട്ടുന്ന സമ്മിൻ്റെ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രിന്റ് ആവുന്നത്. ഈ പ്രിന്റ് ഞാനിപ്പോൾ ഇൻറ്റൻറ്റേഷൻ, ഓക്കെ, പ്രിന്റ് ഞാനിപ്പോൾ ഇൻറ്റൻറ്റേഷൻ കൊടുത്ത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വാല്യൂ വരുന്നത്. ഇപ്പം എന്താ ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പ്രിന്റ് പുറത്തായപ്പോൾ എന്താ, വൈൽ ലൂപ്പ് കഴിഞ്ഞ്, വൈൽ ലൂപ്പ് 5 തവണയാണെങ്കിൽ 5 തവണ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞ് അവസാനം കിട്ടുന്ന വാല്യൂ എന്താണോ ആ 5 തവണയും
വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ആയി ലൂപ്പ് സ്റ്റോപ്പ് ആയാൽ മാത്രമേ പ്രിന്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്താ സംഭവിച്ചാൽ വൈലിനുള്ളിലാണ്. അപ്പം ഓരോ തവണ സം ഈസ് ഈക്വൽ ടു ആയി അപ്ഡേഷനും കഴിഞ്ഞ് അത് പ്രിന്റ് ആയാണ് വീണ്ടും അടുത്ത ലൂപ്പിലോട്ട് കിടക്കുന്നത്. ഓരോ തവണയും പ്രിന്റ് ചെയ്തിട്ടാണ് അടുത്ത തവണ ലൂപ്പ് എക്സിക്യൂട്ട് ആവുന്നത്. നേരത്തെ നടന്നത് 5 തവണ ലൂപ്പ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞ അവസാനമാണ് ലൂപ്പ് സ്റ്റോപ്പ് ആയപ്പോഴാണ് നമ്മൾ പ്രിന്റ് കൊടുത്തത്. ഇത് പ്രിന്റ് പുറത്തായിരുന്നു കൊടുത്തത്. ഇപ്പൊ പ്രിന്റ് അകത്തായപ്പോൾ ഓരോ തവണ ലൂപ്പ് എക്സിക്യൂട്ട് ആവുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രിന്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ തവണ നമുക്ക് സമ്മിന് കിട്ടുന്ന വാല്യൂ 1, 3, 6 ഓരോ തവണയും ആദ്യത്തെ സമ്മ് 1 ആണെങ്കിൽ അടുത്ത തവണ 2 എന്ന് പറയുന്ന നമ്പർ ആഡപ്പ് ആവുന്നത് 1ന്റെ കൂടാണ്. അടുത്തത് സമ്മ് 3, അത് രണ്ടും കൂടെ ആഡായി 3 ആവുന്നു. അതിന്റെ കൂടെ അടുത്ത 3 എന്നുള്ള ഐയുടെ വാല്യൂ ആ 3 ഓൾറെഡി കിട്ടിയ 3 സമ്മിന്റെ കൂടെയാണ് ആഡ് ആവുന്നത്. സോ 3 + 3 6 ആവുന്നു. അടുത്ത നമ്പർ 4 അല്ലേ? 4 ആഡ് ആവുന്ന ആരുടെ കൂടെ? ഇപ്പൊ കിട്ടിയ സം, അതായത് 6ന്റെ കൂടെ. 6 + 4 10. അടുത്ത 5 എന്നുള്ള വാല്യൂ, ഐയുടെ വാല്യൂ 5 ആഡ് ആവുന്ന ആരുടെ കൂടെ? ഇപ്പൊ കിട്ടിയ സമ്മിന്റെ വാല്യൂ 10. 10 + 5 15. പിന്നീട് ലൂപ്പ് ബ്രേക്ക് ആവുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വീഡിയോ വാച്ച് ചെയ്ത് നോക്കുക, എന്തായാലും മനസ്സിലാവും. സോ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വൈൽ എൽസ് ആണ്. വൈലിൻ്റെ കൂടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും, വൈൽ എൽസോ എന്ന് തോന്നുന്നുണ്ടാവും. സോ വൈൽ ലൂപ്പിലും നമുക്ക് എൽസ് യൂസ് ചെയ്യാൻ പറ്റും. ആ ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.